അപ്പോൾ ഇതാ 2 ദിവസം ലീവൊക്കെ കിട്ടിയ കാരണം ഞാൻ വേഗം വീട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു ദിവസം നമുക്ക് മദ്രസ ലീവ് ആക്കാണ്ടതായിട്ട് വരും. ഇപ്പോൾ മേറാജിൻ്റെ ലീവ് ഉണ്ട്, മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഒരു ശനി ഞായറും. അപ്പോൾ എന്തായാലും ഒരു 2-3 ദിവസം വീട്ടിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ ഷാന റെഡി ആകുമ്പോഴേക്കും ഇതാ മിന്നു ഉറങ്ങണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ വേഗത ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ബാഗല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും ആ ഒരു ഒറ്റ ബാഗിൽ തന്നെ ഒതുക്കാൻ വിചാരിച്ചു. പിന്നെ ഒരു സൈഡ് ബാഗാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത്. കാരണം 2 തോളിലിടുന്ന ആ ഒരു ഗ്രീൻ കളർ ബാഗ് ഒന്നും എടുക്കുന്നില്ല. ചെറിയൊരു ബാഗ് മതി ഫോൺ മാത്രം ഇടാനും. പിന്നെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ആ ഒരു വലിയ ബാഗിലാണ് കേട്ടോ. അപ്പം മിന്നുവിന് ഇപ്പോൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഞാൻ കാലിലെ അടിയിൽ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. നമ്മൾ തലവഴി ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പം തന്നെ സാധാ നോർമൽ ഒരു കോട്ടൺ ഡ്രസ്സ് ഇടുമ്പോൾ പോലും അവൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് കേട്ടോ. അവൾക്ക് ഈ പാൻറ് ടീഷർട്ട് അങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇപ്പോൾ ഒന്നും കൂടെ കംഫർട്ടായിട്ടും മിണ്ടാതെ ഇടാനായിട്ട് നിന്ന് തരുന്നത് കേട്ടോ. അപ്പം ഇതുപോലത്തെ ഫ്രോക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആളിങ്ങനെ ഇഷ്ടക്കേട് കാണിക്കും. പിന്നെ ഇപ്പം നമുക്ക് ബർത്ത്ഡേക്ക് കിട്ടിയതാണ്, ഒരു ഇത്തിരി സൈസ് കമ്മിയുണ്ട്. അപ്പം ഇനിയിപ്പോൾ എടുത്ത് വെച്ചിട്ടും നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് വേഗം ഇട്ട് കൊടുത്തിട്ട് 2-3 ഇടൽ ഇടുമ്പോഴേക്കും എന്തായാലും പിന്നെ നമ്മളത് യൂസ് ആക്കൂല. അപ്പോൾ വേഗം ഇട്ട് കൊടുത്തിട്ടോ. സാധാ നോർമൽ ഷൂ ഇടാൻ വിചാരിച്ചു. പിന്നെ ഒരു ബൂട്ട് കണ്ടപ്പോൾ ആൾക്ക് അത് ഇടണം എന്നായിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഷൂ ഇട്ട് കൊടുത്തത്. പിന്നെ പോകുന്ന സമയം ആ ഒരു ചെറിയ ഷൂ ഇടാനും സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ ഷാന അതായത് ഒരു കോട്ട് ഡ്രസ്സ് പോലത്തെ ഒരു സാധാ ഡ്രസ്സ് തന്നെ മതി പറഞ്ഞു. ഓട്ടോയിൽ പോയാൽ വീട്ടിൽ പിന്നെ അങ്ങനെ പോയി അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ വേറെ എവിടെയും നമ്മൾ ഇടയിൽ ഇറങ്ങുന്നൊന്നുമില്ലല്ലോ. അപ്പം മിന്നുവിന് പിന്നെ ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ സൈസ് കുറച്ചൊരു കുറവുണ്ട്. അതുകൊണ്ട് പിന്നെ ഇട്ട് മുതലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാനിന്ന് എന്തായാലും ഈ ഒരു അബായാണ് ഇട്ടേക്കുന്നത് കേട്ടോ. കാരണം അതിൻ്റെ അടിയിൽ ഞാൻ മുന്നേ വീഡിയോയിൽ കണ്ട ആ ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു അബായ അഴിച്ചിട്ടാൽ നമ്മൾ നോർമലി സാധാ വീട്ടിലിടുന്ന ആ ഒരു ഡ്രസ്സ് നമുക്ക് യൂസ് ആക്കാം. പിന്നെ ഇതൊന്നും കൂടെ കംഫർട്ടാണല്ലോ മറ്റുള്ള ഡ്രസ്സിനെയൊക്കെ അപേക്ഷിച്ചിട്ട്. അപ്പം വേഗം തന്നെ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ഇനിയിപ്പോൾ മദ്രസയിലും എക്സാമും കാര്യങ്ങളൊക്കെ ഈ മാസം ലാസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇപ്പോൾ വിരുന്ന് പോക്കും ഒന്നും നടക്കൂല കേട്ടോ. പിന്നെ നോമ്പും കാര്യങ്ങളും ഒക്കെ ആയി. അപ്പോൾ കിട്ടിയ ഒരു ചാൻസ് മുതലാക്കാൻ വിചാരിച്ചിട്ട് വേഗം അങ്ങനെ റെഡിയായി ഇറങ്ങിയതാണ് കേട്ടോ. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലൊക്കെ പോയി. പിന്നെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ പട്ടാമ്പി പാലം കടന്നപ്പോൾ അവിടെ ഒരു ആനേനെ ഇങ്ങനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.